തിരുവനന്തപുരം നഗരസഭയിലെ സംഘർഷത്തിൽ ബിജെപിയും എൽഡിഎഫും നൽകിയ പരാതികളിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മേയർ വി രാജേഷ്, മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെയും കേസുണ്ട്. ശിവൻകുട്ടിക്കും കടകംപള്ളിക്കുമെതിരെ സ്വമേധയാണ് കേസെടുത്തത്. എൽഡിഎഫ് പരാതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെയും കേസെടുത്തു. ബിജെപി പരാതിയിൽ സിപിഎം കൌൺസിലർമാരും പ്രതികളാണ്. എൽഡിഎഫ് കൌൺസിലർ എസ്.ബി. ദീപക് ബിജെപി കൌൺസിലറെ ചവിട്ടിയെന്നും എഫ്ഐആറിൽ പറയുന്നു. അതിനിടെ ജയിലിൽ കഴിയുന്ന കൌൺസിലർ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബിജെപി നേതൃത്വം. അരുൺ തന്നെ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, ഒരു നഗരസഭയിൽ സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു സംഘർഷമാണ് ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിൽ സംഭവിച്ചത്. ഇതിൽ ഇന്ന് കൂടുതൽ നടപടിക്കുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാപ്പ കേസ് പ്രതിയായ സുഗതനുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ സംഘർഷത്തിലേക്കൊക്കെ നയിച്ചത്. ഇപ്പോൾ ഇയാളുടെ ശിക്ഷയിൽ ഇളവ് തേടി പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളും ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, വലിയ സംഘർഷമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇന്നലെ ഉണ്ടായത്. ഇടതുമുന്നണി കൗൺസിലർമാർ മേയറുടെ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. അവിടേക്ക് മേയറും അദ്ദേഹത്തിനൊപ്പം സഹ കൗൺസിലർമാരും ബിജെപി പ്രവർത്തകരും അകത്തേക്ക് മേയറുടെ ഓഫീസിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് സംഘർഷത്തിലേക്ക് മാറിയത്. ഏതായാലും ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു. രണ്ട് വിഭാഗവും പരാതി നൽകി. മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ചികിത്സയിലാണ്. ഇടതുമുന്നണിയുടെ 3 കൗൺസിലർമാർ ചികിത്സയിലാണ്. കൂടുതൽ പേർക്ക് പരിക്കേറ്റുവെന്ന് അവർ പറയുന്നു. മേയറുടെ നേതൃത്വത്തിൽ ബിജെപി ആക്രമിച്ചു എന്നാണ് സിപിഎമ്മിന്റെയും ഇടതുമുന്നണിയുടെ ആരോപണം. എന്നാൽ സിപിഎം ബോധപൂർവ്വം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് ബിജെപിയും ആരോപിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഇതിൽ കേസുകൾ രണ്ട് വിഭാഗത്തിനെതിരെയും മ്യൂസിയം പോലീസ് ചാർജ് ചെയ്ത് കഴിഞ്ഞു. മേയർ വി രാജേഷ്, മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവരൊക്കെ കേസുകളിൽ പ്രതികളാണ്. മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ കേസെടുത്തത് സിപിഎമ്മിൻ്റെ പരാതിയിലാണ്. ശിവൻകുട്ടിക്കും കടകംപള്ളിക്കുമെതിരെ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു പോലീസ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മേയർ എൽഡിഎഫ് കൗൺസിലർമാരെ അസഭ്യം പറഞ്ഞുവെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. എൽഡിഎഫ് കൗൺസിലർ എസ്.പി. ദീപക്, അദ്ദേഹം സിപിഎമ്മിൻ്റെ കൗൺസിലിലെ നേതാവ് കൂടിയാണ്. ബിജെപി കൗൺസിലർ ചവിട്ടിയെന്ന് എഫ്ഐആറിലുണ്ട്. 4 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തത്. ദേഹോപദ്രവം ഏൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ഈ കൗൺസിലർമാർക്കെതിരെയും മുൻ മന്ത്രിമാർക്കെതിരെയും ഒക്കെ ചുമത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് സംഘർഷം ഉണ്ടായത്. നഗരസഭയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു വലിയ പ്രശ്നം നിലനിൽക്കുകയാണ്. അത് കാപ്പ കേസ് പ്രതിയായ വാഴൂട്ടുകോണം ബിജെപിയുടെ കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽഡിഎഫും യുഡിഎഫും നഗരസഭയിൽ പ്രതിഷേധത്തിലാണ്. എൽഡിഎഫിൻ്റെ റിലേ സത്യാഗ്രഹം 4-5 ദിവസമായി സഭാ കവാടത്തിൽ നടക്കുന്നു. അതിനിടയിലാണ് ഇന്നലെ മേയറുടെ ഓഫീസ് ഉപരോധിക്കാൻ സിപിഎം കൗൺസിലർമാർ തീരുമാനിച്ചത്. അതാണ് ഈ സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ മറ്റു തലത്തിലേക്ക് മാറിയത്. തിങ്കളാഴ്ച കൗൺസിൽ യോഗം ചേരേണ്ടതുണ്ട്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ കൗൺസിലർ അയോഗ്യരാകും. സുഗതൻ കാപ്പ കേസിൽ പ്രതിയായി ഇപ്പോൾ വിയൂർ ജയിലിലാണ്. അവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ ശ്രമങ്ങൾ ഇതിനകം നടത്തുന്നുണ്ട്. ബിജെപി പറയുന്നത് ഒരു യോഗത്തിൽ മാത്രമാണ് സുഗതൻ പങ്കെടുക്കാത്തത്. തിങ്കളാഴ്ചത്തെ യോഗം കൂടി പങ്കെടുത്തില്ലെങ്കിൽ 2 യോഗങ്ങളാകും. വീണ്ടും ഒരു യോഗം കൂടി വിട്ടുനിൽക്കാനുള്ള അവസരമുണ്ട്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ഈ സത്യപ്രതിജ്ഞയെ ബന്ധപ്പെട്ട വിവാദങ്ങളാണ് നഗരസഭയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ സുഗതൻ ഒഴികെയുള്ള 19 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ സുഗതന് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. സുഗതൻ പുറത്തിറങ്ങിയാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് കഴിയുള്ളൂ. അതിനുള്ള വഴികളാണ് ഇപ്പോൾ ബിജെപി തേടുന്നത്. ഏത് വിധേനയും സുഗതനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ബിജെപി നടത്തുന്നുണ്ട്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി മാത്രമെങ്കിലും ജാമ്യം കിട്ടുമോ എന്ന ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അതിനെതിരെ സിപിഎം കോൺഗ്രസും ഒക്കെ രംഗത്തുണ്ട്. ഏതായാലും തിരുവനന്തപുരം നഗരസഭയിൽ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നത്. ഒരു സ്വതന്ത്ര കൗൺസിലറുടെ മാത്രം പിന്തുണയിലാണ് ഭരണത്തിൽ ബിജെപിക്ക് ഒരു മേൽക്കൈയുള്ളത്. സുഗതൻ കൂടി രാജിവെക്കേണ്ടി വന്നാൽ, സുഗതൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ ബിജെപി വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. അതാണ് ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. ശരി, വി അരുണാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.